ശ്രീ സുമിത്ത്, ഞാൻ നേരത്തെ പറയാൻ വന്നത് നിങ്ങൾ അതിഗംഭീരമായി നടത്തിക്കൊണ്ടു പോകുന്ന ബീഹാറുണ്ട്, യു പി ഉണ്ട്, അത്തരം ഒരുപാട് സംസ്ഥാനങ്ങളുണ്ടല്ലോ. നമ്മളതിനേക്കാളൊക്കെ വളരെ താഴെ നിൽക്കുന്ന ഒരു പാവം സംസ്ഥാനമാണല്ലോ. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തെ അങ്ങ് ബീഹാറാക്കി കളയും, യു പി ആക്കി കളയും. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൊണ്ട് ആ സംസ്ഥാനങ്ങളെ മൂടിയതുപോലെ നമ്മളെയും മൂടും. നമുക്ക് ഇങ്ങനെ വികസനത്തിൻ്റെ ഒരു പൂങ്കാവനമാണ് നിങ്ങളുടെ മനസ്സിലെന്ന് നമുക്കറിയാം. അപ്പോൾ സുമിത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ബീഹാറിൽ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ബീഹാർ ഇലക്ഷൻ കാലത്ത് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ കുറേ ദൃശ്യങ്ങൾ കൊണ്ടുവന്നിരുന്നു. അവിടുത്തെ വീടുകളും അവിടുത്തെ ആശുപത്രികളും MBBS ഒന്നും വേണ്ട അവിടെ ചികിത്സിക്കാൻ എന്ന അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ മോദി കൊടുത്ത 75,000 രൂപയുടെ വീടുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആളുകൾ പോയി ലൈഫിലെ വീടുകളുമൊക്കെ നോക്കിയിരുന്നു. സുമിത്ത് അത് കണ്ടിരുന്നോ? ബീഹാറിലെ ആ നരേന്ദ്രമോദി കൊടുത്ത 75,000 രൂപയുടെ വീട്. ഞാൻ ബീഹാർ ഉദാഹരിക്കാൻ കാര്യം ഇപ്പോൾ തിരഞ്ഞെടുപ്പാണല്ലോ, അതുകൊണ്ടാണ്. സുമിത്ത് കണ്ടിരുന്നോ? ശരത്തെ നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നമ്മൾ അവിടെ പോയി അവിടുത്തെ ആശുപത്രി കാണേണ്ട കാര്യമില്ല. നമുക്ക് കേരളത്തിൽ തന്നെ ഇവിടുത്തെ ആശുപത്രികളും അതുപോലെ തന്നെ ജില്ലാ ആശുപത്രികളെക്കുറിച്ചുള്ള കഥകൾ എല്ലാ ദിവസവും നമ്മൾ കാണുന്നതാണ്. കഥയും വസ്തുതയും രണ്ടായിരിക്കും പലപ്പോഴും സുമിത്തെ. ഈ കഥകളും ഇതാണ് പ്രശ്നം, കഥകളും വസ്തുതകളും രണ്ടായിരിക്കും. പക്ഷെ വസ്തുതയാണ് ബീഹാറിൽ നമ്മൾ കണ്ടത്. ഞാൻ ചോദിച്ചത് സ്പെസിഫിക് ആണ്. മോദി കൊടുത്ത 75,000 രൂപയുടെ ബീഹാറിലെ വീട് സുമിത്ത് കണ്ടോന്നേ ഞാൻ ചോദിച്ചുള്ളൂ. അത് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞു? അത് പറഞ്ഞിട്ട് ഇഷ്ടമുള്ളത് പറഞ്ഞു. ഞാൻ പറയുന്നത് മറ്റൊരു വശം കൂടിയാണ് സാർ. ആ വശം വന്നോ? ഈ വശം പറഞ്ഞിട്ട് അല്ല, ഇതിൻ്റെ അകത്ത് അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ എപ്പോഴും പറയുന്ന, ഇടതുപക്ഷം എപ്പോഴും പറയുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് കേരളത്തെ എല്ലാ കാലത്തും കേന്ദ്രം ഞെരുക്കുകയാണെന്നുള്ള ഒരടിസ്ഥാന വിഷയമാണ്. ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇവിടെ ഇപ്പം ഇതിനെ സംബന്ധിച്ച് ശരത്തെ കേൾക്കാമോ? പിന്നെ പറഞ്ഞു കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം, സുമിത്ത് പറഞ്ഞാൽ മതി, കേൾക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവിടെ സുനാമിയെക്കുറിച്ച് ഇവിടെ നേരത്തെ ഇടയ്ക്കൊന്ന് സൂചിപ്പിക്കുന്നത് കേട്ടു. കോട്ടയത്തിന് പോയതും പാലായെക്കുറിച്ച് പോയതൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ ഞാൻ പറയുന്നത്, സെൻട്രൽ ഗവൺമെൻറ് ഏത് വിഷയത്തിൽ കൊടുക്കുന്ന ഫണ്ടാണെങ്കിലും ആ ഫണ്ടുകൾ ഇത്തരത്തിൽ വകമാറ്റി ചെലവഴിക്കുകയോ അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലൈൻ വെച്ചുകൊണ്ട് അതിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു കാലാവസ്ഥ കേരളത്തിൽ നാം കാണുന്ന ഡെവലപ്മെന്റ്സ്, നമ്മൾ ഇവിടുത്തെ കാണുന്ന ഹൈവേസ്, അതുപോലെ തന്നെ പാലങ്ങൾ, അതുപോലുള്ള വികസനങ്ങൾ, അതുപോലെ നമ്മുടെ ജൽജീവൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിലേക്ക് ജൽജീവൻ മിഷനുമായിട്ടുള്ള ഫണ്ട് കൊടുത്തിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുക. അതിന് സെൻട്രൽ ഗവൺമെന്റ് ലഭിച്ചിട്ടില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. അത് എനിക്ക് അത്ഭുതമായി തോന്നുന്നു. എനിക്കത് മനസ്സിലാകുന്നില്ല. ഏതായാലും ബീഹാറിലെ വീട് കണ്ടിട്ടില്ലല്ലോ, അത് നന്നായി. കണ്ടിരുന്നെങ്കിൽ ആകെ ഡസ്റ്റ് പഠിച്ചേനെ. ഈ തെരഞ്ഞെടുപ്പ് ഞാൻ എങ്ങോട്ടും ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രചരണത്തിന് സുമിത്ത് പോകാതിരുന്നേനെ. അത് വീണ്ടും പോയി.